ഇപ്പോൾ സർപ്രൈസുകളുടെ കാലമാണല്ലോ. അതിൻ്റെ ഗുണദോഷങ്ങളെക്കുറിച്ചല്ല ഇപ്പം ഞാൻ സംസാരിക്കുന്നത്. അതിൽ സംഭവിക്കുന്ന ഒരു വലിയ അപകടത്തെക്കുറിച്ച് പറയാം. മക്കളുടെ, ഭാര്യയുടെ, മാതാപിതാക്കളുടെ നിഷ്കളങ്കമായ മുഖഭാവം കിട്ടാൻ വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ പച്ചക്ക് പറഞ്ഞാൽ അവരെ ഒന്ന് മൊയന്താക്കാൻ വേണ്ടിയിട്ടോ കളവ് പറഞ്ഞ് ക്യാമറയും പിടിച്ച് നടക്കുന്ന ഒരു വല്ലാത്ത ട്രെൻഡാണ് ഇപ്പോൾ നമ്മൾ കൂടുതൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിവിടെ മാത്രമല്ല, കളവ് പറയാൻ നമുക്ക് ഒരു മടിയില്ലാത്ത കാലത്താണ് ജീവിക്കുന്നത്. ആനുകൂല്യങ്ങൾ കിട്ടാൻ കളവ് പറയാൻ വേണ്ടി മാത്രം ഒരു ഡേ പലപ്പോഴും നമ്മൾ കണ്ടുവരുന്നുണ്ട്. ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി കളവ് പറയുന്നു. പ്രത്യേകിച്ചും മൊബൈലുകളുടെ കാലമായപ്പോൾ നമുക്ക് കളവ് പറയാൻ ഒരു മടിയില്ല. എവിടെ എത്തിയെന്ന് പറയാനോ എപ്പോൾ എത്തുമെന്ന് പറയാനോ എല്ലാത്തിനും ഒരു ഈസി സംവിധാനമായി മാറിക്കൊണ്ടിരിക്കുന്നു. ചെറുപ്പം മുതലേ ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു ജീവൻ അപകടത്തിലായിട്ട് പോലും സത്യം പറഞ്ഞതിൻ്റെ മഹത്വം കേട്ടിട്ടുണ്ട്. ഷാഫി ഇമാമ തമാശക്ക് പോലും കളവ് പറയാറില്ല എന്ന് കേട്ടിട്ടുണ്ട്. ഒരു പക്ഷേ നമ്മുടെ തൊട്ടു മുമ്പത്തെ തലമുറ അവരുടെ കാലത്ത് അവരുടെ മക്കളെ ഗൗരവത്തിൽ ഒരു അടി അടിച്ചിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ കളവ് പറഞ്ഞതിനായിരിക്കും. അങ്ങനെയാണ് നമ്മളെ ശീലിപ്പിച്ചതും പറഞ്ഞു മനസ്സിലാക്കി തന്നതും. പ്രിയപ്പെട്ടവരെ, അൽ മുഅ്മിനു ലാ യക്ദിബു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. ഒരു വിശ്വാസിയായ മനുഷ്യൻ ചിലപ്പോൾ മറ്റു പല ഹറാമുകളും ചെയ്തേക്കാം, മറ്റു പല തെറ്റുകളും ചെയ്തേക്കാം. പക്ഷെ ഒരു മുഅ്മിൻ ഒരു കാരണവശാലും കളവ് പറയില്ല എന്ന് പറഞ്ഞതിൻ്റെ ഗൗരവം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. എന്തിനും ഏതിനും കളവ് പറഞ്ഞ് ശീലിച്ച നമുക്കൊക്കെ അങ്ങനെ കളവ് പറഞ്ഞ് ട്രോളുന്ന കാലത്ത്, അങ്ങനെ ആ ട്രോളുന്നതിന് ആസ്വദിക്കുന്ന കാലത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ അധ്യാപനം നമുക്ക് ഗൗരവത്തിലെടുക്കാം.